ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കണ്ടിട്ട് ആരും പേടിക്കില്ല. നമ്മളെല്ലാവരും പാമ്പിനെ കണ്ടാൽ പേടിക്കുന്നവരാണ്. അതും ഒരു ഉഗ്രവിഷമുള്ള ഒരു മൂർഖമാമ്പിനെ കണ്ടാലോ. അങ്ങനെ ഉഗ്രവിഷമുള്ള ഒരു മൂർഖമാമ്പിനെ പിടിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ. ഒരു സാധാരണ മൂർഖനല്ല കേട്ടോ, ഒരു 8 അടി മൂർഖൻ എന്നൊക്കെ വേണേൽ പറയാം. നല്ല സ്വർണ്ണ കളറിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മേലൊക്കെ പെരുത്തും. അത്രയ്ക്കൊരു സ്വയംഭ സാധനമാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അന്നേരം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അന്നേരം ആദ്യമായിട്ട് പാമ്പിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ താഴെയാണ്. സുഹൃത്തിൻ്റെ പേര് ജയൻ എന്നാണ്. ജയൻ ചേട്ടൻ്റെ വീടിൻ്റെ താഴെയാണ് പാമ്പിനെ കാണുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു. അന്നേരം തന്നെ ഞങ്ങൾ എല്ലാവരോടും നേരെ പാമ്പിനെ കാണാനെ കൊണ്ട് ചെന്ന് കേട്ടോ. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിപ്പവും അതുപോലെ തന്നെ ഒരു കിടപ്പൊക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ചു പോകും. അത്രയ്ക്ക് ഭയങ്കര ഒരു മൂർഖ പാമ്പാണ്. അതുപോലെ ഞങ്ങൾ കുറേ നേരമൊക്കെ പാമ്പിനെ നോക്കി നിന്ന് കേട്ടോ. കാരണം അതിൻ്റെ അടുത്തോട്ട് ചെല്ലാനോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അന്നേരം തന്നെ അവിടെയുള്ള ആൾക്കാർ തന്നെ പാമ്പിനെ പിടുത്തക്കാരെ വിളിച്ചു. അത് ഫോറസ്റ്റുകാരെ തന്നെ വിളിച്ചു. ഫോറസ്റ്റുകാർ അന്നേരം തന്നെ വന്നു കേട്ടോ. അവർ പിന്നെ പാമ്പിനെ പിടുത്തം കാര്യങ്ങളൊക്കെ തുടങ്ങി. അതങ്ങനെ പെട്ടെന്നൊന്നും പിടികൊടുക്കുന്ന പാമ്പൊന്നുമല്ല കേട്ടോ. അത് കുറേ അടവുകളൊക്കെ പഠിച്ച് പാമ്പ് തന്നെ. അത് അവർ പിടിക്കാൻ ചെല്ലുന്തോറും അത് അതിൻ്റെ വഴിക്ക് തന്നെ അത് വെള്ളത്തിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അത് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നടക്കും. ഇതിനെ കണ്ടത് പകലാണ്. പകല് കണ്ടിട്ട് പക്ഷെ അന്നേരം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് തന്നെ. അതെങ്ങും പോകാതെ തന്നെ അത് കല്ലിൻ്റെ പൂട്ടിലേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഞങ്ങളതിനെ കുറേ നേരം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എങ്കിലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പോകുന്ന വഴിയൊക്കെയാണ്. കാരണം പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ വാച്ച് ചെയ്തിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഫോറസ്റ്റുകാർ എന്നെ വൈകിട്ടായപ്പോഴത്തേന് വന്നത്. അപ്പോഴത്തേന് ഏകദേശം സന്ധ്യയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പം തന്നെ നേരെ ഉരുട്ടിയിട്ടുണ്ട്. ഫോറസ്റ്റുകാരാണെങ്കിൽ അവരെ കൊണ്ട് മാക്സിമം അവർ നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതിനെ പിടിക്കാൻ കിട്ടുന്നില്ല. അത്രയ്ക്ക് അടവ് പിടിച്ച ഒരു പാമ്പ് അത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വേറൊരു ചേട്ടൻ വന്നിട്ട് എന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അവരെ ഇന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് മറ്റേ പാമ്പിനെ പിടിച്ചിരുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്തുകൊണ്ട് പുള്ളി തന്നെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ സംഭവം ഏറ്റു കേട്ടോ. പുള്ളിക്കാരൻ എന്തായാലും കൈവച്ചപ്പോഴത്തേന് തന്നെ ഏകദേശം പാമ്പിൻ്റെ തല എന്തായാലും ആ മറ്റേ സംഭവത്തിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അതിനുശേഷം പുള്ളി മാക്സിമം പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്ത് ഏകദേശമൊക്കെ അതുണ്ട്. അതിൻ്റെ അകത്തോട്ട് പുള്ളി വേറൊരു സംഭവം ഒരു കമ്പിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് തള്ളി കയറ്റി ഒരു വിധത്തിൽ എന്തായാലും തോട്ടിന്ന് അതിൻ്റെ അകത്ത് കയറ്റി തേണ്ട കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷേങ്കിൽ കരയ്ക്ക് കയറ്റി എന്ന് പറഞ്ഞാലും വീണ്ടും അതിൻ്റെ അകത്തുനിന്ന് ചാടി കേട്ടോ. ചാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവം ഇത് കറക്കി അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേന് പാമ്പ് അതിൻ്റെ അകത്തുനിന്ന് ചാടി. നിങ്ങളിനി എന്തോ ചെയ്താലും എന്നെ ഒരു പുല്ലും ചെയ്യത്തില്ലെന്നാണ് പാമ്പ് പറയുന്നത്. എന്ത് ചെയ്തിട്ടാലും നിന്നെ ഇനി പിടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്നാണ് ബാക്കിയുള്ളവർ. പിടിക്കാൻ നോക്കുമ്പോഴത്തേന് ഇതിനെ മറ്റേ കുളത്തിലോട്ട് വീഴത്തില്ല സംഭവം. ഇത് കുളത്തിലോട്ട് കയറും. അതുപോലെ തന്നെ ഇത് ചാടിപ്പോവും. ഒരു വിധത്തിൽ ഇത് ആ ഒരു പിടി അങ്ങോട്ട് കൊടുക്കുന്നില്ല. അതാണ് ഇത്രയും സമയം എടുത്തതും ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ടും ഇതിനെ കിട്ടാത്തത്. അങ്ങനെ വേണ്ട അവസാനം പാമ്പിന് കീഴടങ്ങേണ്ടി വന്നു. ഫോറസ്റ്റുകാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒത്ത പരിശ്രമത്തിനൊടുവിൽ പാമ്പ് നീണ്ട് പത്തി മടക്കി നീണ്ട കൂട്ടിനകത്തോട്ട് കയറാൻ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. കുറച്ച് സമയം ആൾക്കാരെ ഒന്ന് വെള്ളം കുടിപ്പിച്ചെങ്കിലും കുറച്ച് നേരം ഒന്ന് പേടിപ്പിച്ചെങ്കിലും അവസാന നിമിഷം അവൻ വേണ്ട നിഷ്കളങ്കനായിട്ട് വളരെ മാന്യനായിട്ട് തന്നെ വേണ്ട അവൻ ആ കൂട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെ വേണ്ട പാമ്പ് അതിൻ്റെ അകത്ത് കയറി. അതിനുശേഷം അവർ ആ കവറ് നല്ലപോലെ ചുറ്റിക്കെട്ടി കേട്ടോ. ചുറ്റിക്കെട്ടിയില്ലെങ്കിൽ വീണ്ടും അത് വെളിയിച്ചാടും. അങ്ങനെ വേണ്ട നല്ലപോലെ ചുറ്റിക്കെട്ടി. ഇനി അവരതിനെ ഉൾവനത്തിൽ എവിടെയെങ്കിലും കൊണ്ട് കാട്ടിക്കൊണ്ട് കളയും. അല്ലാതെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. ഉൾവനത്തിൽ കൊണ്ട് കളയും. അന്നേരം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുന്നു. ഇനിയും ഇതുപോലുള്ള കൗതുകപരമായിട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും വരാം. അന്നേരം ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എന്നും പറഞ്ഞ് ലൈക്കും ഷെയറും ഒന്നും ചെയ്യാതിരിക്കില്ല, കമൻറ്റും ഒക്കെ ചെയ്തോ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അന്നേരം തന്നെ നമുക്ക് അടുത്ത വീഡിയോക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.